إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, ഹജ്ജിന്റെ സമയമെടുക്കുകയാണ്. ഹജ്ജിനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ മക്കയിലും മദീനയിലും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ നിന്നും ആളുകൾ ഹജ്ജിനായി പുറപ്പെടാൻ തുടങ്ങി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത്, ആദർശം, അത് സൂചിപ്പിക്കുന്ന, ഉണർത്തുന്ന, അതിന്റെ സ്മരണകളുള്ള സ്ഥലങ്ങളും കർമ്മങ്ങളുമൊക്കെയാണ് ഹജ്ജും ഹജ്ജിന്റെ സ്ഥലങ്ങളും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകന്മാരിൽ ശ്രേഷ്ഠരായ ആളുകളിൽ ഒരു പ്രവാചകനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയെ ഖലീലായി സ്വീകരിച്ചു, കൂട്ടുകാരനായി സ്വീകരിച്ചു എന്ന് സൂറത്തുൻ നിസായിലെ 125 ആയത്തിൽ അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുണ്ട്. പല പണ്ഡിതന്മാരും ഇബ്രാഹിം നബിയെ അബുൽ അംബിയ, പ്രവാചകന്മാരുടെ പിതാവ് എന്ന് കുനിയത്തായി പറഞ്ഞതായി കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ മില്ലത്ത അബീക്കും ഇബ്രാഹിം, സൂറത്തുൽ ഹജ്ജിൽ നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ ആദർശം എന്ന് അള്ളാഹു സൂചിപ്പിച്ചതും കാണാം. അബുൽ അംബിയ എന്ന് പറയപ്പെടാനുള്ള കാരണമായി പണ്ഡിതന്മാർ വിശദീകരിച്ചത്, ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകന്മാരിൽ 7 പേരൊഴിച്ച്, അതായത് ആദം, ഇദ്രീസ്, നൂഹ്, ഹൂദ്, സ്വാലിഹ്, ലൂത്ത്, യൂനുസ്, ഈ 7 ആളുകളൊഴിച്ച് ബാക്കി ഉള്ള പ്രവാചകന്മാരൊക്കെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽ നിന്ന് ഉണ്ടായതാണ്. അതാണ് അബുൽ അംബിയ എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ കാരണം എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജനങ്ങളുടെ ഇമാമായി നിശ്ചയിച്ചു എന്ന് സൂറത്തുൽ ബഖറയിലെ 124 ആയത്തിൽ കാണാം. ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, തീർച്ചയായും നിന്നെ ഞാൻ ജനങ്ങൾക്ക് ഇമാമാക്കുന്നു. ഇമാം എന്ന് പറഞ്ഞാൽ മാതൃകാ വ്യക്തി, പിൻപറ്റപ്പെടേണ്ടുന്ന അല്ലെങ്കിൽ പിൻപറ്റപ്പെടുന്ന ആൾ എന്നാണ് ഇമാം എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ ജനങ്ങളുടെ ഇമാമാണ് ആയി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. ഇതുകൊണ്ടെല്ലാം അവസാനത്തെ പ്രവാചകനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വംശാവലിയിൽ വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിലെ 123 ആയത്തിൽ കൽപ്പിച്ചു, തുമ്മ ഔഹൈനാ ഇലൈക അനിത്തബിഅ മില്ലത്ത ഇബ്രാഹിമ ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. പിന്നെ നിനക്ക് നാം വഹി നൽകി, ഇബ്രാഹിമിന്റെ മില്ലത്തിനെ, ആദർശത്തെ നീ പിൻപറ്റണം. ഇബ്രാഹിം ആരാണ്? എന്തുകൊണ്ടാണ് ഇബ്രാഹിമിന്റെ മില്ലത്ത് പിൻപറ്റേണ്ടത്? ഹനീഫൻ, ഇബ്രാഹിം വക്രതയില്ലാതെ, അല്ലാഹു അല്ലാത്തവരിലേക്ക് ചായാതെ അള്ളാഹുവിലേക്ക് മാത്രം അവലംബിക്കുന്നവനായിരുന്നു. വമാ കാന മിനൽ മുശ്രിക്കീൻ, ഇബ്രാഹിം മുശ്രിക്കുകളിൽപ്പെട്ടവനുമല്ല. അതുകൊണ്ട് ഇബ്രാഹിമിന്റെ മാർഗത്തെ നീ പിൻപറ്റണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിച്ചു. സൂറത്ത് യൂനുസിലെ 104, 105 വചനങ്ങളിൽ അള്ളാഹു നബിയോട് കൽപ്പിച്ചതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കുന്നു, വ ഉമിർതു അൻ അകൂന മിനൽ മുഅ്മിനീൻ, ഞാൻ സത്യവിശ്വാസികളിൽപ്പെട്ടവനാകണം എന്ന് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വ അൻ അഖിം വജ്ഹക ലിദ്ദീനി ഹനീഫൻ വലാ തകൂനന്ന മിനൽ മുശ്രിക്കീൻ, നീ നിന്റെ മുഖത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തിക്കൊണ്ട്, അവന് കീഴ്പ്പെടുന്നതിനു വേണ്ടി മറ്റാർക്കും കീഴ്പ്പെടാത്ത നിലക്ക് നിന്റെ മുഖത്തെ നീ സ്ഥാപിക്കണം. എന്നാൽ നീ അള്ളാഹുവിനെ ലക്ഷ്യം വെച്ച് അവന് കീഴ്പ്പെട്ട് വളവില്ലാത്തവനായി മുശ്രിക്കുകളിൽ ഒരിക്കലും നീ പെട്ടുപോകാനും പാടില്ല എന്നീ കൽപ്പന അള്ളാഹു എന്നോട് നൽകിയിട്ടുണ്ട്. ഇവിടെയും ലിദ്ദീനി ഹനീഫൻ എന്ന് പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാർഗത്തിന് കീഴ്പ്പെടാനുള്ള നബിയോടുള്ള കൽപ്പനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമല്ല, നമ്മളോടെല്ലാവരോടും അള്ളാഹുവിന്റെ കൽപ്പന സൂറത്തു ആല ഇംറാനിലെ 95 വചനത്തിൽ കാണാം.
ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, അതിനാൽ നിങ്ങൾ ഇബ്രാഹിമിന്റെ വളവില്ലാത്ത അള്ളാഹുവിലേക്ക് മാത്രം മടങ്ങുന്ന ആദർശത്തെ നിങ്ങൾ പിൻപറ്റണം. ഇബ്രാഹിം മുശ്രിക്കുകളിൽപ്പെട്ടവനായിരുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദർശത്തെ പിൻപറ്റുക എന്നതാണ് സിറാത്തുൽ മുസ്തഖീം. നമസ്കാരത്തിൽ ദിവസവും നിർബന്ധമായി 17 തവണ നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ സിറാത്തുൽ മുസ്തഖീം സൂറത്തുൽ അൻആമിലെ 161-ാമത്തെ വചനത്തിൽ കാണാം. ഖുൽ, നബിയെ പറയുക, ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം, എന്റെ റബ്ബ് എന്നെ ചൊവ്വായ പാതയിലേക്ക് സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി ചേർത്തിട്ടുണ്ട് എന്ന് നീ പറയണം. അപ്പൊ നബിയെ അള്ളാഹു ഇബ്രാഹിമിന്റെ മില്ലത്തിനെ പിൻപറ്റാൻ വേണ്ടി കൽപ്പിച്ചു, നമ്മോടും അത് കൽപ്പിച്ചു. നബിയെ ആ സിറാത്ത് മുസ്തഖീമിലേക്ക് അള്ളാഹു വഴി ചേർത്തു എന്ന് മുഹമ്മദ് നബി പറയണം. ദീനൻ ഖിയമൻ മില്ലത്ത ഇബ്രാഹിമ, ഏതാണ് ആ സിറാത്ത് മുസ്തഖീം? ചൊവ്വായ ഇബ്രാഹിം നബിയുടെ ആ മറ്റുള്ളവരിലേക്ക് ചായാത്ത, മുശ്രിക്കുകളിൽപ്പെട്ടവനല്ലാത്ത ആ അള്ളാഹുവിനുള്ള കീഴ്പ്പെടൽ, അതാണ് മില്ലത്ത് ഇബ്രാഹിം. അതിലേക്ക് അള്ളാഹു എന്നെ ചേർത്തിട്ടുണ്ട് എന്ന് മുഹമ്മദ് നബി ജനങ്ങളോട് പ്രഖ്യാപിക്കുക. സൂറത്തുൻ നിസായിലെ 125-ാമത്തെ ആയത്തിൽ ഏറ്റവും നല്ല ആള്, ഏറ്റവും നല്ല ദീനിന്റെ ആൾ ആരാണ്? വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ വത്തബഅ മില്ലത ഇബ്രാഹിമ ഹനീഫൻ വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. ഏറ്റവും നല്ല ദീനുള്ളവനാരാണ്? കീഴ്പ്പെടുന്നവനാരാണ്? മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാ, തന്റെ മുഖത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തിയവനേക്കാൾ അള്ളാഹുവിന് ഏറ്റവും നന്നായി കീഴ്പ്പെട്ട ആരാണുള്ളത്? എങ്ങനെയാണ് അള്ളാഹുവിന് കീഴ്പ്പെടുന്നത്? വഹുവ മുഹ്സിനുൻ, അവൻ മുഹ്സിനായിക്കൊണ്ട്. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ ആരാധിക്കുക. നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നു, പക്ഷേ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്ന തരത്തിലാണ് അള്ളാഹുവിന് ഇബാദത്ത് എടുക്കേണ്ടത്. അതാണ് ഇഹ്സാൻ. അങ്ങനെ അള്ളാഹുവിന് കീഴ്പ്പെട്ടവനേക്കാൾ ഏറ്റവും നല്ല ദീനിന്റെ ആള് ആരാണ്? രണ്ടാമതായി അതിനോട് ചേർത്ത് അള്ളാഹു പറയുന്നത് വത്തബഅ മില്ലത്ത ഇബ്രാഹിമ ഹനീഫൻ, വളവില്ലാതെ വക്രതയില്ലാതെ ഇബ്രാഹിമി മില്ലത്തിനെ പിൻപറ്റുകയും ചെയ്തവനേക്കാൾ ഏറ്റവും നല്ല മതത്തിന്റെ ആളാരാണ്? അപ്പോ ഏറ്റവും നല്ല മതമുള്ളവൻ മുഹ്സിനായി അള്ളാഹുവിന് മുഖത്തെ കീഴ്പ്പെടുത്തിയവൻ. രണ്ടാമത് ഇബ്രാഹിം നബിയുടെ അള്ളാഹുവിന് കീഴ്പ്പെടുക എന്ന വക്രതയില്ലാത്ത മാർഗത്തെ പിൻപറ്റിയവൻ. അഞ്ചാമതായി നമുക്ക് കാണാം, അള്ളാഹുവിന്റെ മാർഗത്തെ ആര് വെറുക്കുന്നുവോ അവനേക്കാൾ വലിയ വിഡ്ഢിയാരാണ്? വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിം ഇല്ലാ മൻ സഫിഹ നഫ്സഹ്, സ്വന്തത്തെ വിവരമില്ലാതെയാക്കിയവന അല്ലാതെ ഇബ്രാഹിം നബിയുടെ മാർഗത്തെ വെറുക്കുകയില്ല. അപ്പൊ നേരത്തെ പറഞ്ഞു ഇബ്രാഹിം നബിയുടെ മാർഗത്തെ പിൻപറ്റിയവൻ ആരാണ്? ഇവിടെ പറയുന്നത് ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ ആര് വെറുക്കുന്നുവോ, അതിനെ ആര് പിൻപറ്റാതിരിക്കുന്നുവോ, അതിനെ ആര് അംഗീകരിക്കാതിരിക്കുന്നുവോ അവൻ സഫിഹ നഫ്സഹു, സ്വന്തത്തെ വിഡ്ഢിയാക്കിയവരാണ്. അതായത് അവനവൻ തന്നെ സ്വന്തത്തെ വിഡ്ഢിയായ, സ്വയം വിഡ്ഢിയായ ആളാകുന്നു ഇബ്രാഹിം നബിയുടെ മാർഗത്തെ പിൻപറ്റാത്തവൻ. തുടർന്ന് അല്ലാഹു പറയുന്നു, ദുനിയാവിൽ ഇബ്രാഹിമിനെ തീർച്ചയായും നാം തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിൽ ആഖിറ, പരലോകത്ത് അവൻ സ്വാലിഹീങ്ങളിൽപ്പെട്ടവരുമാകുന്നു. അപ്പൊ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു തെരഞ്ഞെടുത്തവൻ എന്ന ഇബ്രാഹിം നബിയുടെ മാർഗത്തെ ആര് വെറുക്കുന്നുവോ അവൻ പരമവിഡ്ഢിയാണ്. അപ്പൊ ഈ 5 ആയത്തുകളിലായി പ്രവാചകനോടുള്ള കൽപ്പനയും സത്യവിശ്വാസിയോടുള്ള കൽപ്പനയും ഏറ്റവും നല്ല മതത്തിന്റെ ആളാരാണെന്നും അതിനെ വെറുക്കുന്നവനാരാണെന്നും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഇബ്രാഹിമിന്റെ മാർഗത്തെ പിൻപറ്റാനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മില്ലത്തു ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ, മില്ലത്ത് എന്ന് പറഞ്ഞാൽ മതമെന്നും ആദർശമെന്നും വഴിയെന്നും മാർഗമെന്നും ഒക്കെ അർത്ഥമുണ്ട്. ആ ഇബ്രാഹിം നബിയുടെ പാതയെ അള്ളാഹു വിശേഷിപ്പിച്ചത്, അല്ലെങ്കിൽ ഖുർആനിലെ വന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഹനീഫൻ എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മില്ലത്തു ഇബ്രാഹിം അൽ ഹനീഫിയ, വക്രതയില്ലാത്ത വളവില്ലാത്ത ഇബ്രാഹിം നബിയുടെ മാർഗം എന്നാണ് അതിനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. സൂറത്തുൽ അൻആമിലെ 79-ാമത്തെ വചനത്തിൽ എന്താണ് ഇബ്രാഹിം നബിയുടെ മില്ലത്ത് എന്ന് ഇബ്രാഹിം നബി തന്നെ പ്രഖ്യാപിക്കുന്നു. ഇന്നി വജ്ജഹ്തു വജ്ഹിയ, തീർച്ചയായും എന്റെ മുഖത്തെ ഞാൻ തിരിച്ചിരിക്കുന്നു. ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാരോ അവന്. എങ്ങനെയാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിന് തന്റെ മുഖത്തെ ഞാൻ തിരിച്ചത്? ഹനീഫൻ, വക്രതയില്ലാത്തവനായി, വളവില്ലാത്തവനായി, അള്ളാഹു അല്ലാത്തവരിലേക്ക് ചായാതെ,
നേരായ വഴിയിലൂടെ അള്ളാഹുവിലേക്ക് മാത്രം ചായുന്നവൻ, അങ്ങനെ അള്ളാഹുവിന് എന്റെ മുഖത്തെ ഞാൻ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. വമാ അനമിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കുകളിൽ പെട്ടവനുമല്ല. അപ്പൊ അതൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. മറ്റാരിലേക്കും ചായാതെ അള്ളാഹുവിലേക്ക് മാത്രം മുഖത്തെ തിരിച്ചവനും മറ്റുള്ളവരിലേക്ക് ചാഞ്ഞാൽ എന്തായി? ശിർക്കുള്ളവനായി. അപ്പൊ അതുകൊണ്ട് ഞാൻ മറ്റാരിലേക്കും ചാഞ്ഞവനല്ല, അള്ളാഹു അല്ലാത്തവരെ പങ്കു ചേർക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവനുമല്ല ഞാൻ. ഇതാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്തായി ഖുർആൻ ഇബ്രാഹിം നബിയെ കൊണ്ട് തന്നെ പറയിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഇബ്രാഹിമി മില്ലത്ത് എന്നത് 3 തത്വങ്ങളിൽ, 3 ഘടകങ്ങളിൽ നമുക്ക് വളരെ ചുരുക്കി മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, ഈ ആയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രം കീഴ്പ്പെടുകയും അവന്റെ മാത്രം അടിമയാവുകയും അതുപോലെ തന്നെ അവന്റെ നിയമാവലികൾക്ക് കീഴ്പ്പെടുകയും അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്ന് അഹങ്കാരം പ്രകടിപ്പിക്കാതിരിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുന്നതിൽ നിന്ന് എതിരാവാതിരിക്കുകയും അങ്ങനെ പരിപൂർണമായി ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച മാർഗം സ്വീകരിക്കുക. അപ്പോഴാണ്, അല്ലെങ്കിൽ അതാണ് ഇബ്രാഹിം നബിയുടെ മാർഗമെന്ന് പറയുന്നത്. അപ്പോ അതായത് ചുരുക്കത്തിൽ ഉബൂദിയ്യത്ത് അള്ളാഹുവിന് മാത്രമാക്കുക. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മകനെ അറുക്കുന്ന കാര്യത്തിൽ പോലും അള്ളാഹുവിന് കീഴ്പ്പെട്ട് സൃഷ്ടാവിനുള്ള വിധേയത്വം ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരുപാട് പരീക്ഷണങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിമിനെ പരീക്ഷിച്ചുവെന്നും ആ പരീക്ഷണങ്ങളിൽ ഇബ്രാഹിം വഫ, ആ പരീക്ഷണങ്ങളൊക്കെ ഇബ്രാഹിം പൂർത്തീകരിച്ചുവെന്നും അതുപോലെ തന്നെ ഫഅതമ്മഹുന്ന, അതിനെ പരിപൂർണമാക്കിയെന്നും ഒക്കെ ഖുർആൻ തന്നെ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സാക്ഷ്യപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പരിപൂർണമായ അള്ളാഹുവിനുള്ള കീഴ്പ്പെടലാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, ആർക്ക് കീഴ്പ്പെട്ടുവോ ആ സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രം ആരാധിക്കുക, അവനിൽ മറ്റാരെയും പങ്കുചേർക്കാതിരിക്കുക, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന സർവ്വ കാര്യങ്ങളിൽ നിന്നും സർവ്വ ആരാധ്യ വസ്തുക്കളിൽ നിന്നും സർവ്വ ആരാധനകളിൽ നിന്നും തിരിഞ്ഞുകളയുക, അള്ളാഹു അല്ലാത്ത ഒരുത്തനെയും പ്രാർത്ഥിക്കാതിരിക്കുക, അള്ളാഹു അല്ലാത്ത ആരിലേക്കും അഭയം തേടി ചെല്ലാതിരിക്കുക. ഇലാഹ് എന്ന് പറഞ്ഞാൽ തന്നെ അഭയം തേടി ആരെ സമീപിക്കുന്നുവോ അവനാണ് ഇലാഹ്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അള്ളാഹു അല്ലാത്ത ഒരുത്തനെ അബ്ദുൽ ഖാദർ ജീലാനിയോട് പ്രാർത്ഥിച്ചാൽ, രക്ഷ തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ അബ്ദുൽ ഖാദർ ജീലാനി ഇലാഹായി. മുഹമ്മദ് നബിയോട് രക്ഷ ചോദിച്ചാൽ, മുഹമ്മദ് നബിയിൽ അഭയം തേടിയാൽ, ബദരീങ്ങളിൽ അഭയം തേടിയാൽ ആരോട് അഭയം തേടുന്നുവോ അവർ ഇലാഹായി. അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്ത ഒരുത്തരിലേക്കും അഭയം തേടുകയില്ല. കാരണം അള്ളാഹുവാണ് അഭയം തേടാൻ പറ്റിയ ഒരേ ഒരുത്തൻ. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്. അല്ലാഹു സ്വമദാണ്. സ്വമദ് എന്നതിന്റെ പേരിൽ തന്നെ ഒരു വാദപ്രതിവാദം കേരളത്തിൽ നടന്നിട്ടുണ്ട്. എന്താണ് സ്വമദ്? ആശ്രയിക്കപ്പെടേണ്ടവൻ, ലോകത്ത് ആശ്രയിക്കാവുന്ന ഒരുത്തൻ അവൻ അള്ളാഹു മാത്രമാകുന്നു. അവൻ ഏകനാണ്. അവൻ ജനിച്ചവനോ ജന്മം നൽകിയവനോ അല്ല. അവന് തുല്യനായി മറ്റാരുമില്ല എന്ന് ഖുർആനിലെ ചെറിയ ഒരു സൂറത്തിൽ, ഒരു 3 വരി മാത്രം വരുന്ന സൂറത്തിൽ ഇതിന്റെ സർവ്വവശങ്ങളും അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജനതയോട് ഈ ഒരു കാര്യത്തിനു വേണ്ടി തർക്കിച്ചു. നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളുമൊന്നും സൃഷ്ടാവല്ല, അവയ്ക്ക് കീഴ്പ്പെടേണ്ടവരല്ല, നമ്മൾ അവയെ ആരാധിക്കേണ്ടവരല്ല. അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഇവയെ ആരാധിക്കുന്നത്? ഇവയൊക്കെ അസ്തമിച്ചു പോകുന്നവയാണല്ലോ എന്നതിന്റെ പേരിൽ അവരോട് ഇബ്രാഹിം തർക്കിച്ചത് ഇക്കാര്യം കൊണ്ടാണ്. അവർ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളെ അമ്പലത്തിലും ജാറങ്ങളിലും കയറി തച്ചുടച്ച് അതിന്റെ പേരിൽ അവരുടെ ആ പ്രമാണമില്ലായ്മ, ദുർബലത വെളിപ്പെടുത്തി അവരോട് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചതും അതുപോലെ തന്നെ അതിനാൽ അല്ലെങ്കിൽ ഇക്കാരണങ്ങളാൽ ഇബ്രാഹിം നബിയെ ചുട്ടുകരിക്കാൻ വേണ്ടി ആളുകൾ തീരുമാനിച്ചതും അവിടെ ഇബ്രാഹിം നബി പ്രഖ്യാപിച്ച എന്റെ സൃഷ്ടാവായ റബ്ബ് എന്റെ സംരക്ഷകനും പരിപാലകനുമാണ് എന്ന യാഥാർത്ഥ്യം അവിടെ പുലർന്നതും അങ്ങനെ ആ അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെട്ട ഇബ്രാഹിം തീയേൽക്കാതെ രക്ഷപ്പെട്ടതും തീ തണുപ്പും ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, തണുപ്പും രക്ഷയുമായി തീ മാറിയതും ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ തൗഹീദിന്റെ ഭാഗമാണ്. അപ്പോ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ് രണ്ടാമത്തെ വിഷയം, അല്ലെങ്കിൽ ഇബ്രാഹിം മില്ലത്തിന്റെ 3 അടിസ്ഥാനങ്ങളിൽ രണ്ടാമത്തേത്. മൂന്നാമത്തേത്, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എന്തെല്ലാം ഉണ്ടോ അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുക. അള്ളാഹു അല്ലാത്തതിനെ ആരാധിക്കുന്ന ആരൊക്കെയുണ്ടോ
അവരിൽ നിന്നെല്ലാം ബറാഅത്ത് പുലർത്തുക. വലാ ബറാഅത്ത് പലപ്പോഴും നമ്മൾ കേട്ടതാണ്. അപ്പോ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആരാധ്യ വസ്തുക്കളോട് മാത്രമല്ല, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന സർവ്വ മുശ്രിക്കുകളും അവരുടെ പേരുകൾ അറബിയിലായാലും മുസ്ലിങ്ങളുടെ പേരായാലും അല്ലാത്ത പേരായാലും ശരി, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന സർവ്വ മുശ്രിക്കുകളിൽ നിന്നും ബറാഅത്ത് പുലർത്തുക എന്നത് ഇബ്രാഹിം മില്ലത്തിന്റെ മൂന്നാമത്തെ ഘടകമാണ്. ഇത് മൂന്നും കൂടിച്ചേർന്നതാണ് മില്ലത്തു ഇബ്രാഹിം അൽ ഹനീഫിയ്യ. ഇബ്രാഹിം നബിയുടെ വക്രതയില്ലാത്ത, വളവില്ലാത്ത, ഋജുവായ, പിൻപറ്റാൻ കൽപ്പിക്കപ്പെട്ട, എല്ലാ പ്രവാചകന്മാരും സ്വീകരിച്ച ആ ആദർശം എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ഇബ്രാഹിം നബി നമ്മുടെ ആദർശ പിതാവായത്, ഖുർആൻ തന്നെ സൂചിപ്പിച്ചതുപോലെ. അതുകൊണ്ട് ഈ ഒരു സവിശേഷത മനസ്സിലാക്കുക, അത് നടപ്പിലാക്കുക, അത് പ്രാവർത്തികമാക്കുക എന്നതാണ് ഹജ്ജിന് പോകുന്നവരും ഇബ്രാഹിം നബിയുടെ ആളുകൾ എന്ന് പറയുന്നവരും മുഹമ്മദ് നബിയുടെ ആളുകൾ എന്ന് പറയുന്നവരും ഒക്കെ സ്വീകരിക്കുകയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യേണ്ടുന്ന കാര്യം. ഇബ്രാഹിം നബി വിഗ്രഹങ്ങളെ എതിർത്തു എന്ന് മാത്രമല്ല, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെയും വിട്ടു. ഖുർആനിൽ സൂറത്ത് മറിയമിൽ പാപ്പ അദ്ദേഹത്തോട്, ഇബ്രാഹിം നബിയോട്, നീ എന്നെ വിട്ടുപിരിഞ്ഞു പോവുക, അല്ലെങ്കിൽ നീ പറയുന്ന കാര്യം നിർത്തുക എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി സ്വന്തം പാപ്പയുടെ മുഖത്ത് നോക്കി പറഞ്ഞത് എന്താണ്? പിതാവേ, നിങ്ങൾക്ക് സലാം, അഅ്തസിലുക്കും വമാ തദ്ഊന മിൻ ദൂനില്ലാ. ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ വെടിയുന്നു എന്നല്ല, ബാപ്പയായ നിങ്ങളെ ഞാനിതാ അഅ്തസിലുക്കും. എഴുത്തസല എന്ന വാക്കിനർത്ഥം വെടിയുക, ഉപേക്ഷിക്കുക എന്നാണ്. നിങ്ങൾ എന്റെ ബാപ്പയാണെങ്കിലും നിങ്ങൾ സൃഷ്ടാവായ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നു എന്നതുകൊണ്ട് നിങ്ങളുമായി എനിക്ക് യാതൊരു തരത്തിലുള്ള വലാവും ബന്ധവും കൂറുമില്ല. ബാപ്പ എന്ന ബന്ധമുണ്ട്, അത് പാലിക്കാൻ ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ലുഖ്മാനിൽ തന്നെ നമുക്ക് കാണാം, പല ആയത്തുകളിലും കാണാം. ഇതിനപ്പുറത്ത് ഒരു സ്നേഹമോ ബന്ധമോ നിങ്ങളുമായില്ല. നിങ്ങളുമായി മാത്രമല്ല, വമാ തദ്ഊന മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ എന്തിനെയെല്ലാം ആരാധിക്കുന്നുവോ അതിനോടും എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഇത് രണ്ടും ഞാനിതാ ഒഴിവാക്കുന്നു. ഇത് ഖുർആനിൽ വേറെയും പല സന്ദർഭങ്ങളിൽ പ്രഖ്യാപിച്ചതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ സൂറത്തുൽ മുംതഹന 4-ാമത്തെ അധ്യായത്തിൽ ഇബ്രാഹിം നബിയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് പലപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സാന്ദർഭികമായി അതിലെ ഒരു വശം മാത്രം സൂചിപ്പിക്കുന്നു. ഇന്നാ ബുറആഉ മിൻകും. ഇബ്രാഹിമിൽ നിങ്ങൾക്കുള്ള മാതൃക എന്താണ്? ഇബ്രാഹിം നബി അദ്ദേഹത്തിന്റെ ജനതയോട് പറഞ്ഞു, ഞാൻ നിങ്ങളിൽ നിന്ന് ബുറആഅൻ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളിൽ നിന്ന് മുക്തനാകുന്നു എന്ന് പറഞ്ഞാൽ ബറാഅത്ത് പുലർത്തുന്നവരാണ്. നിങ്ങളുമായി ഒരു സ്നേഹവും ബന്ധവും വലാവും എനിക്കില്ല. പിന്നെയോ വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ എന്തിനെയെല്ലാം ആരാധിക്കുന്നുവോ അതിൽ നിന്നും. ഇവിടെ നോക്ക്, ഈ പറഞ്ഞിടത്തും സൂറത്ത് മറിയമിലും ആദ്യം ബറാഅത്ത് പ്രഖ്യാപിക്കുന്നത് ആരിൽ നിന്നാണ്? മുശ്രിക്കുകളിൽ നിന്നാണ് ബറാഅത്ത് പ്രഖ്യാപിക്കുന്നത്. പിന്നെയാണ് അവരുടെ ആരാധ്യന്മാരിൽ നിന്ന് ബറാഅത്ത് പ്രഖ്യാപിക്കുന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഇബ്രാഹിം മില്ലത്തിന്റെ ആളുകളാകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം പലപ്പോഴും അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ബറാഅത്ത് പുലർത്തുന്നു, ഒഴിവാകുന്നു. പക്ഷേ അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്ന മുശ്രിക്കുകളിൽ നിന്ന് ഒഴിവാകാൻ പലപ്പോഴും മുസ്ലിങ്ങൾ തയ്യാറാകുന്നില്ല. അപ്പൊ ഇബ്രാഹിം മില്ലത്തിന്റെ 3-ാമത്തെ ഘടകത്തിന്റെ ഒരു അർദ്ധഭാഗം മാത്രമേ പലപ്പോഴും ആളുകൾ അംഗീകരിക്കുന്നുള്ളൂ. ആ 3-ാമത്തെ ഘടകം തന്നെ പാടെ ഉപേക്ഷിക്കുന്നവരാണ് മുസ്ലിങ്ങളിൽ തന്നെ പല ആളുകളും. അതെന്താ? അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവയോടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുക. അതും പലപ്പോഴും പാലിക്കുന്നില്ല. കാരണം അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആഘോഷങ്ങൾ, അള്ളാഹുവിന്റെ പുത്രനായി ഗണിക്കപ്പെടുന്ന ജ്ഞാനികൾ കണക്കാക്കിയിട്ടുള്ള ഈസാ നബിയെയും ഈസാ നബിയുടെ പേരിൽ ആഘോഷിക്കപ്പെടുന്ന ജന്മദിനത്തിന്റെ ആഘോഷവും, ഇതിലൊക്കെ മുസ്ലിങ്ങൾ പങ്കെടുക്കുകയും സ്റ്റാർ തൂക്കുകയും അവരെ പുകഴ്ത്തുകയും ആ ദിവസത്തിൽ അവർക്ക് ആശംസ അർപ്പിക്കുകയും ഇങ്ങനെ സകലമാന ശിർക്കിന്റെ ആരാധനകളിലും അറിഞ്ഞോ അറിയാതെയോ ഭൗതികതയുടെ പേരിലോ സാംസ്കാരികതയുടെ പേരിലോ ദേശീയതയുടെ പേരിലോ സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇബ്രാഹിം മില്ലത്തിന്റെ 3-ാമത്തെ ഘടകത്തെ ഉപേക്ഷിച്ചവരാണ്. ഇനി നോക്കൂ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയിൽ മാതൃകയുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മാതൃകയില്ല എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതേതാ? അവിശ്വാസികളോട് വലാ കൂറ് പാടില്ല, അങ്ങേയറ്റത്തെ ബന്ധം പാടില്ല. ഇത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ മുമ്പും ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അവരോട് പാടുള്ളത് എന്താണ്, പാടില്ലാത്തത് എന്താണ്. വിശ്വാസിയോടുള്ള പോലെ ബന്ധമോ കൂറോ
മനസ്സറിഞ്ഞ സ്നേഹമോ, അമാനിമൗലിയുടെ പരിഭാഷകളിൽ പല സ്ഥലങ്ങളിൽ വിശദീകരിച്ച പോലെ ഉറ്റബന്ധമോ പാടില്ല എന്നർത്ഥം. പക്ഷേ ബാപ്പ കാഫറായിരുന്നു. കാഫറായ ബാപ്പയോട് ഒരു ബന്ധവുമില്ല എന്നാ പറഞ്ഞത്, പ്രഖ്യാപിച്ചത്. പക്ഷേ ബാപ്പയെ ഒഴിവാക്കി പോരുമ്പോൾ ഇബ്രാഹിം നബി നൽകിയ ഒരു വാഗ്ദാനമുണ്ട്. അതെന്താണ്? നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇസ്തിഗ്ഫാർ നടത്തും. നേരത്തെ പറഞ്ഞ നിങ്ങളെയും നിങ്ങളുടെ ആരാധ്യന്മാരെയും ഞാൻ വിട്ടേച്ചു പോകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഇബ്രാഹിം നബി പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുമെന്നാണ്. അപ്പോ മുശ്രിക്കായ ബാപ്പയ്ക്ക് വേണ്ടി ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അതിൽ നിങ്ങൾക്ക് മാതൃകയില്ല എന്ന് ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതൊഴിച്ച് ഇബ്രാഹിമിനെ നിങ്ങൾ പിൻപറ്റണം, അക്കാര്യത്തിൽ പിൻപറ്റേണ്ടതില്ല. എന്താണ്? സൂറത്ത് തൗബ 114-ാമത്തെ വചനം, വമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹിമ ലിഅബീഹി ഇല്ലാ അൻ മൗഇദത്തിൻ വഅദഹാ ഇയ്യാ. ഇബ്രാഹിം നബി തന്റെ വാപ്പയ്ക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരു കരാർ വാപ്പയോട് ഇബ്രാഹിം നടത്തിയിരുന്നു. ആ കരാറിന്റെ അടിസ്ഥാനത്തിലാണ്. ആ കരാർ ഏതാ? നിങ്ങളെയും നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യന്മാരെയും ഒക്കെ വിട്ട് ഞാൻ പോകുന്നു, നീ പോകണം എറിഞ്ഞാട്ടും എന്ന് ബാപ്പ പറഞ്ഞപ്പോൾ ആ പറഞ്ഞ വാക്കിന്റെ തൊട്ടു പിന്നാലെ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ആ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. ഖുർആൻ വേറെയും സ്ഥലങ്ങളിൽ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇബ്രാഹിം നബി വാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. സൂറത്ത് ഇബ്രാഹിമിലെ 41-ാമത്തെ വചനത്തിൽ കാണാം, റബ്ബന ഗ്ഫിർലി വലിവാലിദയ്യ, ഞങ്ങളുടെ റബ്ബേ എനിക്ക് നീ പുറത്തു തരണമേ, എന്റെ മാതാപിതാക്കൾക്കും വലിൽ മുഅ്മിനീന സത്യവിശ്വാസികൾക്കും നീ പൊറുക്കണമേ യൗമ യഖൂമുൽ ഹിസാബ്, ഖിയാമത്ത് നാൾ വിചാരണയുടെ ദിവസം നിലവിൽ വരുമ്പോൾ. അപ്പൊ അവിടെ ആർക്കാ? സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ബാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ മുശ്രിക്കായ ബാപ്പയ്ക്ക് വേണ്ടി ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതൊരു വാഗ്ദാനമായിരുന്നു. അതുപോലെ സൂറത്തു ശുആറ 86-ാമത്തെ ആയത്തിൽ കാണാം, വഗ്ഫിർലി അബി ഇന്നഹു കാന മിനൽ ളാലിമീൻ, എന്റെ ബാപ്പയ്ക്ക് നീ പുറത്തു കൊടുക്കണമേ. ബാപ്പ പിഴച്ചവരിൽ പെട്ടവനാകുന്നു. വലാ തുഖ്സിനി യൗമ യുബഅസൂൻ, ആളുകൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിൽ എന്നെ നീ വഷളാക്കരുതേ എന്നൊരു പ്രാർത്ഥന കൂടി നടത്തുന്നു. എന്തിനോട് ബന്ധിച്ചാണ് ഈ പ്രാർത്ഥന? എന്റെ ബാപ്പയ്ക്ക് നീ പുറത്തു കൊടുക്കണം, ബാപ്പ പിഴച്ചവനാണ്. എന്നിട്ടാണ് പറയുന്നത് ആളുകൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിൽ അള്ളാഹുവെ എന്നെ നീ വഷളാക്കരുതേ. അപ്പൊ ഇബ്രാഹിം നബി ബാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രാർത്ഥനയിൽ നിന്ന് പിന്നെ ഒഴിവായി നിർത്തി. അതേതാ? സൂറത്ത് തൗബ തന്നെ 114-ാമത്തെ വചനം നേരത്തെ ഓതിയ ആയത്തിന്റെ അവസാന ഭാഗത്ത് കാണാം, ഫലമ്മാ തബയ്യന ലഹു അന്നഹു അദുവ്വുൽ ലില്ലാഹി തബറഅ മിൻഹു. ഇബ്രാഹിം നബിക്ക് ബോധ്യപ്പെട്ടു വ്യക്തമായി ബാപ്പ അള്ളാഹുവിന്റെ ശത്രുവാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ ബാപ്പയ്ക്ക് വേണ്ടി നടത്തിയ പ്രാർത്ഥനയിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒഴിവായി, അല്ലെങ്കിൽ പിതാവിൽ നിന്ന് ബറാഅത്ത് കാണിച്ചു. ഇന്ന ഇബ്രാഹിമ ലഅവ്വാഹുൻ ഹലീം, തീർച്ചയായും ഇബ്രാഹിം ഖേദിച്ച് മടങ്ങുന്നവനും സഹനശാലിയുമാകുന്നു എന്ന് ഇബ്രാഹിം നബി അള്ളാഹു സാക്ഷ്യപ്പെടുത്തി പറയുന്നു. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം മുജാഹിദിനെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം, ബാപ്പ മരിച്ചപ്പോൾ ഇബ്രാഹിം നബിക്ക് ബോധ്യപ്പെട്ടു ഇനി എന്റെ ബാപ്പ മുസ്ലിം ആവുകയില്ല, കാരണം ദാ കാഫറായി മരിച്ചുപോയി. അത് ബോധ്യപ്പെട്ടപ്പോൾ കുഫ്രോടുകൂടി മരിച്ച ബാപ്പയ്ക്ക് വേണ്ടി ഇനി ഒരു ഈമാൻ കിട്ടാൻ സാധ്യതയില്ല, അതിന്റെ അധ്യായങ്ങളൊക്കെ അടഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി ബാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ഇബ്രാഹിം മനസ്സിലാക്കുകയും ആ പ്രാർത്ഥനയിൽ നിന്ന് ഒഴിവാവുകയും ചെയ്തു. അപ്പൊ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് ജീവിത കാലഘട്ടത്തിൽ ഇനിയും ബാപ്പ നന്നായേക്കാം എന്ന പ്രതീക്ഷയോട് കൂടിയാണ്. എന്നാൽ പോലും ആ പ്രാർത്ഥനയിൽ മുശ്രിക്കായി നിലനിൽക്കുന്ന ഒരാൾക്ക് വേണ്ടി അയാൾ ആ ശിർക്കിൽ നിന്ന് ഒഴിവാകാത്ത കാലത്തോളം അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാറ്റിലും നിങ്ങൾക്ക് മാതൃകയുണ്ട്. ഈ മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കിയതായി നമുക്ക് കാണാൻ സാധിക്കും. എന്താണത്? നബിയെ ഏറെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത മൂത്താപ്പ അബൂ ത്വാലിബ് മരണാസന്നനായി കിടക്കുന്നു. നബി കടന്നു ചെല്ലുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. പറഞ്ഞാൽ തരക്കേടില്ല എന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. പക്ഷേ അബൂ താലിബിന്റെ അടുക്കലുണ്ടായിരുന്ന ഖുറൈശി പ്രമുഖന്മാരായ ആളുകളുടെ മുഖത്തേക്ക് നോക്കുകയും അവരുടെ നോട്ടവും ഇതൊക്കെ കണ്ടപ്പോൾ അബൂ താലിബ് മുസ്ലിമാകാൻ തയ്യാറായില്ല. അവിടെ ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു വാക്ക് പറഞ്ഞു. ആരോട്? അബൂ താലിബിനോട്. ലഅസ്തഗ്ഫിറന്ന ലക മാലം ഉൻഹ അൻക, എന്നോട് വിലക്കപ്പെടാത്ത കാലമത്രയും നിങ്ങൾക്ക് പുറത്തു തരണേ എന്ന് മൂത്താപ്പ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. മൂത്താപ്പനോട് നബിന്റെ ഒരു വാഗ്ദാനം. ഫനസലത്, അപ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത്. സൂറത്ത് തൗബയിലെ 113, 114 ആയത്ത്. നബിക്കോ സത്യവിശ്വാസികൾക്കോ യോജിച്ച പണിയല്ല മുശ്രിക്കുകളായ ആളുകൾക്ക് പൊറുക്കലിനെ തേടി പ്രാർത്ഥിക്കൽ. ആ മുശ്രിക്കുകളായ ആളുകൾ നിങ്ങളുടെ ഉറ്റ ബന്ധുക്കളാണെങ്കിൽ പോലും
മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, അവർ നരകത്തിന്റെ ആളുകളാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം. ഇതിനുശേഷമാണ് ഇബ്രാഹിം നബിന്റെ കാര്യം പറയുന്നത്. അപ്പൊ എന്താ, കുഫറോട് കൂടി നിലനിൽക്കുന്ന ഒരുത്തൻ, അല്ലെങ്കിൽ അത് അങ്ങനെ മരണാസന്നായ ഇവിടെ പ്രത്യേകമായ സന്ദർഭം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ, കുഫറിൽ നിലകൊള്ളുന്നവൻ, അവൻ ഹിദായത്തിലല്ല, അവൻ അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല. അവർ നിങ്ങളുടെ ഉറ്റ ബന്ധുക്കൾ, കുടുംബക്കാരാണെങ്കിൽ പോലും അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കൽ സത്യവിശ്വാസികൾക്കോ നബിക്കോ പറ്റിയ പണിയല്ല. അപ്പൊ എന്തായി, നബിയും അബൂ താലിബും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കേണ്ടതില്ല, അതവിടെ നടപ്പിലാക്കി. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ നബി ജനിച്ച് 6 വയസ്സാകുമ്പോൾ മരിച്ചുപോയതാണ്. പക്ഷേ എന്റെ മകൻ നബിയാകുമെന്നോ ഒന്നും അറിയാതെ മരിച്ചുപോയ, നബിയാകുന്നതിന്റെ 34 വർഷം മുമ്പ് മരിച്ചുപോയ ഉമ്മക്ക് വേണ്ടി പൊറുക്കലിലെത്തേടാൻ സ്വാഭാവികമായും സംശയം ഉണ്ടാവും. എന്നോ മരിച്ച ഉമ്മ, ഇസ്ലാമിന്റെ സന്ദേശം അല്ലെങ്കിൽ നബി പ്രവാചകനായുള്ള സന്ദേശം ഉമ്മക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൂടെ? നബി അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചു. മദീനയിൽ നിന്ന് വരുന്ന വഴിയിലുള്ള അബവ എന്ന് പറയുന്ന സ്ഥലത്താണ് നബിയുടെ ഉമ്മയെ മറവ് ചെയ്തത്. അനുവാദം ചോദിച്ചു, അള്ളാഹു അനുവാദം നൽകിയില്ല. അങ്ങനെ ഖബർ സന്ദർശിക്കാൻ അനുവാദം ചോദിച്ചു, അനുവാദം നൽകി. അങ്ങനെ പിന്നെ ഖബറെടുക്ക പോയി ഇരുന്നു. അവിടെ നബി അള്ളാഹുവിനോട് സംസാരിച്ചു. നബി കരഞ്ഞു. ഈ കരച്ചിൽ കണ്ടപ്പോൾ 1000-ഓളം ആളുകൾ നബിനോടൊപ്പം ആ സംഘത്തിലുണ്ട്. ഹദീസ് കാണാം. ഉമർ ഖത്താബ് അടക്കം. ഉമർ ചോദിച്ചു, എന്തേ നബിയെ നിങ്ങളെ കരയിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സംഭവം വിശദീകരിച്ചിട്ടു. എന്റെ ഉമ്മക്ക് വേണ്ടി പൊറുക്കലിലെത്താൻ ഞാൻ അള്ളാഹുവിന് അനുവാദം ചോദിച്ചു. അള്ളാഹു അനുവാദം നൽകിയില്ല. എന്നാൽ ഖബർ സന്ദർശിക്കട്ടെ എന്ന് ചോദിച്ചു, അനുവാദം നൽകി. അപ്പൊ നോക്കൂ, നബിയുടെ ചോരയായ, നബിയുടെ ഉമ്മയായ ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അള്ളാഹു അനുവാദം നൽകിയില്ല. കാരണം ഉമ്മ മുശ്രിക്കായി മരിച്ചുപോയി. അബൂ താലിബ്, ഇസ്ലാമിനെ ഏറെ സഹായിച്ച, നബിക്ക് സംരക്ഷണം നൽകിയ അബൂ താലിബിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അനുവാദം നൽകിയില്ല. അബൂ താലിബ് മരിച്ചു. അബൂ താലിബ് മരിച്ചിട്ട് അബൂ താലിബിന്റെ മരിച്ചതിന് ശേഷം അബൂ താലിബിനെ സന്ദർശിക്കാൻ പോയതായോ, അബൂ താലിബിനെ കുഴിച്ചു മൂടാൻ വേണ്ടി നബി സഹായിച്ചതായോ, അവിടെ സന്ദർശിച്ചതായോ, കബർ കുഴിക്കാൻ പോയതായോ ഒന്നും ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മാത്രമല്ല, നിങ്ങളുടെ മൂത്താപ്പ മുശ്രിക്കായ, നിങ്ങളുടെ മൂത്താപ്പ മരിച്ചിരിക്കുന്നു എന്ന് അലി റളിയല്ലാഹു അൻഹു വന്ന് പറയാം. എന്റെ വാപ്പ മരിച്ചു എന്നല്ല പറയുന്നത്, നിങ്ങളുടെ മുശ്രിക്കായ മൂത്താപ്പ മരിച്ചിട്ടുണ്ട് എന്ന് മകൻ അലി വന്ന് വാപ്പയെക്കുറിച്ച് നബിയോട് പറയുന്നു. നബി എന്താ പറഞ്ഞത്? പോയി കുഴിച്ചു മൂടും. നബി പോയതായി അവിടെ നമുക്ക് രേഖ കാണാൻ സാധിക്കുന്നില്ല. ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കാണാം, ഈ ബറാഅത്ത്, ശിർക്കിൽ നിന്നും ശിർക്കിന്റെ ആളുകളോടും ശിർക്കിന്റെ ആരാധ്യ വസ്തുക്കളോടുമുള്ള ബന്ധവിച്ഛേദനം ഖുർആൻ ഇബ്രാഹിമിലൂടെ, നബിയിലൂടെ നടപ്പിലാക്കി എന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ആവർത്തിക്കുന്നില്ല, മുനാഫിക്കുകൾ ഖുർആൻ ഫാസിഖുകളെന്നും അതുപോലെ തന്നെ കാഫിറുകളെന്നും കഫറു ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും പ്രവാചകനിൽ അവിശ്വസിച്ചവരെന്നും പറഞ്ഞ നബിയുടെ കാലഘട്ടത്തിലുള്ള കപടവിശ്വാസികൾ, ആ കപടവിശ്വാസികൾക്ക് വേണ്ടി ഒരാൾക്ക് വേണ്ടിയും നീ നമസ്കരിക്കരുത്, അവരുടെ ഖബറിനടുക്കൽ പോയി നീ നിൽക്കരുത്, നീ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തരുത്. നീ ഇസ്തിഗ്ഫാർ നടത്തിയാലും നടത്തിയില്ലെങ്കിലും ശരി, ഇനി 70 തവണ ഇസ്തിഗ്ഫാർ നടത്തിയാൽ പോലും അള്ളാഹു പൊറുക്കുകയില്ല. വിവിധ ആയത്തുകളിലായി ഈ കാര്യം അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷിർക്കോടും കുഫറോടും കൂടി മരിച്ചുപോയ കപടന്മാരോട് വ്യക്തമായ നിലക്ക് 3-4 ആയത്തുകളിലായി അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് പ്രഖ്യാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇതുപോലുള്ള ഒരു സാഹചര്യം, ഒരു ഇസ്തിഗ്ഫാർ നടത്തൽ കപടവിശ്വാസികളുടെ തലവന് വേണ്ടി ഉണ്ടായപ്പോൾ അള്ളാഹു അത് വിലക്കിയതായി ഈ ആയത്തിൽ നിന്നും ആയത്തിന്റെ വിശദീകരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അത് 2 ശ്രേഷ്ഠന്മാരായ പ്രവാചകന്മാരിലൂടെ അവരുടെ കുടുംബങ്ങളിലൂടെ ഈ കാര്യം അള്ളാഹു പ്രാവർത്തികമാക്കി നടപ്പിലാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾക്ക് ഇബ്രാഹിമിൽ മാതൃകയുണ്ട് ഒരു കാര്യത്തിൽ ഒഴിച്ച്. ഏത്? മുശ്രിക്കുകളുമായുള്ള ബന്ധവും കൂറും, മുശ്രിക്കുകൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക, പ്രാർത്ഥിക്കുക എന്നതിൽ നിങ്ങൾക്ക് യാതൊരു മാതൃകയുമില്ല എന്ന് പഠിപ്പിച്ചത്. അപ്പോൾ ഇവിടെ എല്ലാ ആളുകളും ഇബ്രാഹിമി മില്ലത്ത് അവകാശപ്പെടുന്നവരാണ്. എന്നാൽ യഥാർത്ഥത്തിൽ എല്ലാ പ്രവാചകന്മാരും ഇബ്രാഹിം മില്ലത്തിന്റെ ആളുകളായിരുന്നു എന്ന് ഖുർആനിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് ഏത് പ്രവാചകന്മാരാണെങ്കിലും എണ്ണിപ്പറഞ്ഞ് വിശദീകരിക്കേണ്ടെന്ന് ആവശ്യമില്ല. എന്നാൽ ഈ ആദർശത്തെ വികലമാക്കിയ ആളുകളൊക്കെ ഞങ്ങളൊക്കെ ഇബ്രാഹിം നബിന്റെ ആളുകളാണെന്ന് വാദിച്ചിട്ടുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ അവകാശപ്പെട്ടതും ഞങ്ങൾ ഇബ്രാഹിം മില്ലത്തിന്റെ ആളുകളാണ് എന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നു. കഅബക്കുള്ളിൽ കയറാൻ പ്രവാചകൻ വിസമ്മതിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതിലുള്ള വിഗ്രഹങ്ങളൊക്കെ പുറത്തെറിയുക. നബി അതൊക്കെ പുറത്തുള്ളതൊക്കെ ഒഴിവാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വടി കൊണ്ട് കുത്തി
ആ പുറത്തേക്കെറിയപ്പെട്ട കഅബക്കുള്ളിലുണ്ടായിരുന്ന വിഗ്രഹങ്ങളിൽ ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും വിഗ്രഹമുണ്ടായിരുന്നു, രണ്ട് വല്യാപ്പാരുടെ വിഗ്രഹങ്ങൾ. അതൊക്കെ തകർത്തു. അതിനുശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബക്കുള്ളിലേക്ക് കയറിയത്. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് 1601 നമ്പർ ഹദീസ് കാണാം. ഇതിൽ എന്താ മനസ്സിലാകുന്നത്? മക്കയിലെ മുശ്രിക്കുകൾ ഞങ്ങളും ഇബ്രാഹിം മില്ലത്തിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞു. അത് പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹദീസും സംഭവവും അതിന് തെളിവാണ്. പക്ഷേ അവർ ഇബ്രാഹിം മില്ലത്തിന്റെ ആളുകളായിരുന്നില്ല. കാരണം എന്താ? ഇബ്രാഹിം മില്ലത്ത് എന്താ? ഹനീഫാണ്. ഒമാ കാന മിനൽ മുശ്രിക്കീൻ, ശിർക്ക് ചെയ്യുന്നവനായിരുന്നില്ല, അള്ളാഹുവിൽ മാത്രം അഭയം തേടിയവൻ. അത് പഠിപ്പിച്ച ഇബ്രാഹിമിനെ തന്നെ ഇസ്മായിലിനെ തന്നെ മുശ്രിക്കുകൾ ആരാധിച്ചു. അപ്പൊ ഞങ്ങൾ ഇബ്രാഹിം മില്ലത്തിന്റെ ആളുകളാണെന്ന് മക്കയിലെ മുശ്രിക്കുകൾ വാദിച്ചു. ജൂതന്മാരും ക്രിസ്ത്യാനികളും അന്നും ഇന്നും ഇന്നും വാദിക്കുന്നു ഞങ്ങളാണ് അബ്രഹാമിന്റെ ആളുകൾ, ഇബ്രാഹിമി മില്ലത്തിന്റെ ആളുകൾ എന്ന് പറയുന്നു. എന്നാൽ അവർ ഇബ്രാഹിമി മില്ലത്തിന്റെ ആളുകളല്ല. സൂറത്ത് ആല ഇമ്രാനിലെ 65 മുതൽ 68 വരെയുള്ള ആയത്തുകളിൽ ഈ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്രാഹിം വേദക്കാരെ, നിങ്ങൾ എന്തിനാണ് ഇബ്രാഹിമിനോട് തർക്കിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്ന കാര്യത്തിൽ ഇബ്രാഹിം ജൂതനോ ക്രിസ്ത്യാനിയോ ആയിരുന്നില്ല, മറിച്ച് അവൻ ആരാണ്? മുസ്ലിമായിരുന്നു, ഹനീഫായിരുന്നു, മുശ്രിക്കായിരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ വ്യക്തമായി പ്രതിപാദിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ജൂത ക്രിസ്ത്യാനികൾ ഞങ്ങൾ എത്ര തന്നെ അതിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞാൽ പോലും അവർ ഇബ്രാഹിമിന്റെ ആളുകളല്ല, ഇബ്രാഹിം നബി അവരിൽപ്പെട്ടവനുമല്ല എന്ന് ഖുർആൻ സൂറത്തുൽ ബഖറ 135, 137 ആയത്തുകളിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വ്യാജന്മാരായ ആളുകൾ ഇബ്രാഹിം മില്ലത്ത് അവകാശപ്പെട്ടു. മുശ്രിക്കുകൾ, ജൂതന്മാർ, ക്രിസ്ത്യാനികൾ അന്നും ഇന്നും. മുസ്ലിങ്ങളിൽ തന്നെയുള്ള ആളുകളും ഇതേ വാദം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ യഥാർത്ഥ ഇബ്രാഹിം മില്ലത്തിന്റെ ആളുകളാണ്. ഇതൊക്കെ പറയുന്ന ക്രിസ്ത്യാനി ആയാലും തരക്കേടില്ല, ജൂതനായാലും തരക്കേടില്ല, മുസ്ലിം ആയാലും തരക്കേടില്ല. ഇതൊക്കെ കൂടിച്ചേർന്നതാണ് ഇബ്രാഹിം മില്ലത്ത് എന്ന് പറയുന്ന ആളുകളെയും നമുക്ക് ഇന്നും കാണാം. ഒരറബ് രാജ്യത്ത് മൂന്നിനെയും സമാഹരിച്ചുകൊണ്ടുള്ള 3 മതത്തിന്റെയും ആരാധനാ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അത് നടപ്പിലാക്കിയത് ഒരു അറബ് നാട്ടിൽ, മുസ്ലിം നാട് എന്ന് പറയാൻ പറ്റൂല, മുസ്ലിങ്ങൾ ജീവിക്കുന്ന നാട്, അറബ് നാട്ടിൽ ഇന്ന് ലോകത്ത് ഇപ്പോൾ നടന്നിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഖുർആൻ നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. സൂറത്തുൽ ബഖറ 109 വചനത്തിൽ നമുക്ക് കാണാം, ജൂത ക്രിസ്ത്യാനികളിൽ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വിശ്വാസികളായതിനു ശേഷം കാഫറുകളാകണമെന്നാണ്, അസൂയ കാരണത്താൽ. അപ്പൊ മുസ്ലിങ്ങളെ കാഫറാക്കാൻ പണിയെടുക്കുന്നവരാണ് ഈ അഹ്ലു കിതാബുകാരിൽ കസീർ, എമ്പാടും ആളുകളും. ഇതെന്തിനാ അള്ളാഹു അങ്ങനെ താക്കി നൽകിയത്? നമ്മൾ അവരെക്കുറിച്ച് ജാഗരൂകരാവാൻ വേണ്ടിയാണ്. നമ്മൾ കൃത്യമായ ബോധം അവരെ സംബന്ധിച്ച് നമുക്കുണ്ടാകണം. നമ്മൾ അറിയാതെ നമ്മെ അവർ അവരുടെ മതത്തിലേക്ക് കൊണ്ടുപോകും. പലതിലും അവർ അവരെ പിൻപറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഉടുമ്പിന്റെ മാളത്തിൽ ജൂതനും ക്രിസ്ത്യാനിയും കയറിയാൽ നിങ്ങളും ഉടുമ്പിന്റെ മാളത്തിൽ കയറും. എന്റെ ഉമ്മത്തിൽ, നമ്മുടെ ഉമ്മത്തിലോ എന്ന് സഹാബത്ത് ചോദിച്ചു. അതേ, നമ്മിൽപ്പെട്ടവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് പുലർന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത്. സൂറത്ത് ആല ഇമ്രാനിലെ 100 വചനത്തിൽ നമുക്ക് കാണാം, നിങ്ങൾ അവരിൽപ്പെട്ട ഒരു വിഭാഗത്തെ പിൻപറ്റരുത്, വേദക്കാരിൽപ്പെട്ട. അങ്ങനെ പിൻപറ്റിയാൽ യറുദ്ദൂക്കും ബഅദ ഈമാനിക്കും കാഫിരീൻ, നിങ്ങൾ വിശ്വാസികളായതിനു ശേഷം നിങ്ങളെ കാഫറുകളാക്കി അവർ മടക്കും, ഇസ്ലാമിൽ നിന്ന് കുഫറിലേക്ക് മടക്കും. അതുകൊണ്ട് അവരെ നിങ്ങൾ അനുസരിക്കരുത് എന്ന് ജൂത ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അള്ളാഹു താക്കീത് നൽകുകയുണ്ടായി. ഇതുകൊണ്ടാണ് നമസ്കാരത്തിൽ 17 തവണ അള്ളാഹുവെ സിറാത്ത് മുസ്തഖീം, നേരത്തെ പറഞ്ഞ നമ്മൾ സിറാത്ത് മുസ്തഖീം മില്ലത്തു ഇബ്രാഹിമാണ്, അതിൽ പെടുത്താനും ളാല്ലീൻ, അതുപോലെ തന്നെ മഗ്ദൂബി അലൈഹിം, കോപിക്കപ്പെട്ടവരും പിന്നെ വഴിപിഴച്ചവരുമായ ആളുകളുടെ മാർഗത്തിൽ ചേർക്കുകയും ചെയ്യരുത് എന്ന് പറയുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഇതെല്ലാം ശരിയാണ് എന്ന് പറയാൻ കഴിയുക? കേരളത്തിൽ പോലും ചില ആളുകൾ ഈ അടുത്തായ പല സന്ദർഭങ്ങളിൽ എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും ഒക്കെ നടത്തി നമുക്ക് കാണാം. ജൂത ക്രിസ്ത്യാനികൾ അഹ്ലു കിതാബ് കാഫറാണെന്ന് പറയാൻ പറ്റുകയില്ല. ഖുർആനിന്റെ പച്ചയായ നിർദ്ദേശങ്ങൾക്കെതിരെ കാഫറുകളെ നാം വെറുക്കേണ്ടതില്ല, അവരുടെ തിന്മയാണ് വെറുക്കേണ്ടത്. ഇങ്ങനെ ഖുർആനിനും ഹദീസിനും തീർത്തും എതിരായ കാര്യങ്ങൾ മതപ്രബോധകരും മതത്തിന്റെ പ്രവർത്തകരുമായ ആളുകൾ തന്നെ നമ്മുടെ നാട്ടിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് അബദ്ധമാണോ അതല്ലെങ്കിൽ മറ്റു ലക്ഷ്യവും അതിനുണ്ടോ? അല്ലാഹു അഅലം. ഏതായിരുന്നാലും ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് തീർത്തും വിരുദ്ധമായ കാര്യങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ഇബ്രാഹിമി മില്ലത്തിനെ പൂർണ്ണമായി മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. ഖുർആൻ ജൂത ക്രിസ്ത്യാനികളെ സംബന്ധിച്ചും അവർ നമ്മെ കുഫറിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളും ആഗ്രഹങ്ങളും അവർക്കുണ്ട് എന്ന താക്കീതുകളും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം
ഇബ്രാഹിം നബിയെ മേറാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശലോകത്ത് വെച്ച് കണ്ടു. ഒരു ഹദീസിൽ തിർമദി ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും, ഞാൻ മേറാജിന്റെ രാത്രിയിൽ ഇബ്രാഹിമിനെ കണ്ടു. അപ്പോൾ ഇബ്രാഹിം എന്നോട് പറഞ്ഞു, യാ മുഹമ്മദ്, മുഹമ്മദേ അക്രി ഉമ്മത്തക്ക മിന്നി അസ്സലാം, നിന്റെ ഉമ്മത്തിന് എന്റെ സലാം പറയുക. കാരണം എന്താ, ഇബ്രാഹിം നബിന്റെ പേര കുട്ടികളിൽപ്പെട്ടവനാണ് മുഹമ്മദ് നബി. ആ മുഹമ്മദ് നബിയുടെ ആളുകൾ ഇബ്രാഹിം മില്ലത്തിന്റെ ആളുകളാണ്. അതുകൊണ്ട് എന്റെ സലാം നിന്റെ ഉമ്മത്തിനോട്, മുഹമ്മദ് നബിന്റെ ഉമ്മത്തിനോട് മുഹമ്മദ് നബി പറയണം. അവർക്കിനി അറിയിച്ചു കൊടുക്കണം. എന്ത്? സ്വർഗം എന്ന് പറയുന്നത് നല്ല പരിശുദ്ധമായ മണ്ണുള്ളതാണ്. അതിലെ വെള്ളം എന്ന് പറയുന്നത് അദ്ബത്തുൻ, സ്വച്ഛമാണ്, രുചികരമാണ്. വഅന്നഹ ഖിയാൻ, സ്വർഗം നിരപ്പായ സ്ഥലങ്ങളാണ്. ആ സ്വർഗത്തിലെ ചെടി എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്നതാണ്. ഇക്കാര്യം നീ നിന്റെ ഉമ്മത്തിനെ അറിയിക്കണം. അപ്പൊ നോക്കൂ, ഇബ്രാഹിം നബിയുടെ മില്ലത്തിന്റെ ആ സന്ദേശമാണ് നബിയെ കണ്ടപ്പോൾ മിറാജിന്റെ രാത്രിയിൽ നമ്മെ അറിയിക്കാനായി നബിയോട് ഉപദേശിച്ചത്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. നാലും തൗഹീദാണ്. ഇമാം തിർമദി ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം. രാവിലെയും വൈകുന്നേരവും നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ദിക്റുകളും ദുആകളും ഉണ്ട്. അതിൽ ഈ ഒരു കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രാർത്ഥന നബി പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. എന്താകുന്നു? രാവിലെ എഴുന്നേൽക്കുമ്പോഴും വൈകുന്നേരമാകുമ്പോഴും അസ്ബഹ്ന അലാ ഫിത്രത്തിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ശുദ്ധമായ പ്രകൃതത്തിൽ ഇതാ ഞങ്ങൾ നേരം വെളുത്തിരിക്കുന്നു. അല്ലാഹുവേ വകലിമത്തിൽ ഇഖ്ലാസ്, തൗഹീദിന്റെ വചനത്തിലും ഞങ്ങൾ നേരം വെളുത്തിരിക്കുന്നു. വസുന്നത്തി നബിയിന മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ സുന്നത്തിലും ഞങ്ങൾ നേരം വെളുത്തിരിക്കുന്നു. വമില്ലത്തി അബീന ഇബ്രാഹിം, ഞങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ ആദർശത്തിലും ഞങ്ങൾ ഇതാ നേരം വെളുത്തു, അല്ലെങ്കിൽ വൈകുന്നേരമായി. രാവിലെയും പറയണം, വൈകുന്നേരം പറയണം. രാവിലെ ആണെങ്കിൽ അസ്ബഹന, വൈകുന്നേരം ആകുമ്പോൾ അംസൈന, ഞങ്ങൾ വൈകുന്നേരമായി. പിന്നെയോ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഈ ഒരു പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും ആവർത്തിക്കാൻ നബി നമ്മോട് ഉണർത്തിയത് എന്തിനാണ്? ഇബ്രാഹിമി മില്ലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കുകയും അതിൽ നിന്ന് വിട്ടുപോകാതെ ഞാൻ രാവിലെയാകേണ്ടതും വൈകുന്നേരമാകേണ്ടതും നേരം വെളുക്കേണ്ടതും ഇബ്രാഹിമി മില്ലത്തിലാണ്, തൗഹീദിലാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്താനും ഉണർത്താനും വേണ്ടിയാണ് ഈ ഒരു ദിക്ർ രണ്ട് സമയങ്ങളിൽ ആവർത്തിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ നബിയുടെ ഉപദേശങ്ങളും ഇബ്രാഹിം നബിയുടെ സന്ദേശവും നമ്മൾ ഉൾക്കൊള്ളുക, യഥാർത്ഥ ഇബ്രാഹിം മില്ലത്തിന്റെ ആളുകളാകാൻ ശ്രമിക്കുക. ഇതിൽ നിന്ന് മാറിപ്പോയാൽ ഒരിക്കലും പരലോകത്ത് രക്ഷയുണ്ടാവുകയില്ല. ഈ പറഞ്ഞ അല്ലാഹുവേ എന്നെ നീ പരലോകത്ത് നിന്ദിക്കരുതേ എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു. നാളെ പരലോകത്ത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് കാണാം. ആദറിനെ പരലോകത്ത് വെച്ച് ഇബ്രാഹിം കാണും. ആദറാരാ? ഇബ്രാഹിം നബിന്റെ ബാപ്പ. ബാപ്പയുടെ ആദറിന്റെ മുഖത്ത് കരിവാളിപ്പും പൊടിപടലങ്ങളും നിറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ ബാപ്പയോട് ഇബ്രാഹിം ചോദിക്കും, അല്ലയോ ബാപ്പ, നിങ്ങളോട് ഞാൻ നിങ്ങൾ എന്നെ ധിക്കരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ബാപ്പന്റെ മറുപടി, ഇന്ന് ഞാൻ എന്നെ ധിക്കരിക്കുകയില്ല. ദുനിയാവിൽ ധിക്കരിച്ചു, ഇന്ന് ഞാൻ എന്നെ ധിക്കരിക്കുകയില്ല. അപ്പോ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, റബ്ബേ നീ എനിക്കൊരു കരാർ, വാഗ്ദാനം നൽകിയിട്ടുണ്ടല്ലോ. എന്താണത്? ഖിയാമത്ത് നാളിൽ എന്നെ നീ വഷളാക്കുകയില്ല എന്നതാണ്. ഇതിനേക്കാൾ വലിയൊരു വഷളത്തരം എന്താണുള്ളത്? ഏതിനേക്കാൾ? എന്റെ പിതാവ് അൽ അബാദ്, നിന്റെ കാരണത്തിൽ നിന്ന് ഏറെ അകലെ പോകുന്ന എന്റെ ബാപ്പയേക്കാൾ വലിയൊരു നിന്ദ്യത എനിക്കെന്താണുള്ളത്? നോക്കണം, ആദർശ പിതാവെന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ഇബ്രാഹിം നബിയുടെ പരലോകത്തെ അവസ്ഥയാണ് ഇബ്രാഹിം നബിയുടെയും അവസ്ഥ. ബാപ്പയെ പോലും രക്ഷപ്പെടുത്താൻ സാധിക്കുന്നില്ല. അള്ളാഹുവിനോട് ഒന്നുകൂടി ആവശ്യപ്പെട്ടു നോക്കുന്നു. അപ്പൊ അള്ളാന്റെ മറുപടി, ഇബ്രാഹിം നിന്റെ കാലിന്റെ താഴത്തേക്ക് നീ നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഇബ്രാഹിം നബി കാണുന്നത് ദീഹിൻ മുതലത്തിഹിൻ, രക്തം പുരണ്ട അല്ലെങ്കിൽ ചളി പുരണ്ട, കറ പുരണ്ട, ഇതിനൊക്കെ ഈ തലത്തഹ എന്ന വാക്കുപയോഗിക്കും. മറ്റെന്തോ കൂടിക്കലർന്ന് നിറം മാറിയ ആൺ കഴുതപ്പുലിയുടെ രൂപത്തിലുള്ള എന്തോ ഒന്ന് ഇബ്രാഹിം നബിയുടെ മുന്നിൽ. അതാരാ? ഇബ്രാഹിം നബിയുടെ ബാപ്പ ആദറാണ്. ഫയൂഖദു ബിഖവാഇമിഹി ഫയുൽഖാ ഫിന്നാർ. അങ്ങനെ ഈ ബാപ്പയുടെ കയ്യും കാലും ഒക്കെ കൂട്ടിപ്പിടിച്ച് വലിച്ച് നരകത്തിലേക്ക് ഇബ്രാഹിം നബി കാണെ എറിയപ്പെടുന്നു. ഇത് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇതിന്റെ അർത്ഥം എന്താ? വിശ്വാസിയല്ലാത്ത ഒരുത്തനെയും രക്ഷപ്പെടുത്താൻ ആർക്കും സാധിക്കുകയില്ല. വിശ്വാസിയെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. പരലോകത്ത് നഫ്സി നഫ്സി, അവനവന്റെ കാര്യമാണ്. സ്വന്തം ബാപ്പയുടെ അവസ്ഥ ഇബ്രാഹിമിന്റെ കൺമുമ്പിൽ പരലോകത്ത് ഇങ്ങനെ കാണുമെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകും? നമ്മുടെ ബന്ധുക്കളുടെ അവസ്ഥ എന്താകും? അതുകൊണ്ട് അങ്ങനെ ഇബ്രാഹിം നബി പറഞ്ഞതുപോലെ ഒരു നിന്ദ്യമായ ദിവസത്തിൽ പെടാതിരിക്കണമെങ്കിൽ ഇബ്രാഹിം മില്ലത്തിനെ നാം മുറുകെ